ഒന്നും രണ്ടും മോദി സർക്കാരുകൾക്കെതിരെ വൻ പ്രക്ഷോഭങ്ങൾ നയിച്ചത് രാജ്യത്തെ കർഷകരായിരുന്നു. മൂന്നാം മോദി സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ വൻ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹമാണ്. ഒരു വശത്ത് കാവുവൽക്കരണം, മറുവശത്ത് യോഗ്യതാ പരീക്ഷകളിലെ വൻ ക്രമക്കേട്. ഇതെല്ലാമാണ് മോദിയുടെ ഗ്യാരണ്ടികൾ. ഇത് ബാബറി മസ്ജിദാണ്. 1992 ഡിസംബർ 6 സംഘപരിവാർ ഗുണ്ടാസംഘം ജനാധിപത്യ ഇന്ത്യയെ നോക്കുകുത്തിയാക്കി ബാബറി മസ്ജിദ് തകർത്തു. കെട്ടിച്ചമച്ച കോടതി വിധിയുടെ പിന്തുണയോടെ അവിടെ ഒരു ക്ഷേത്രമുയർന്നു. ഇപ്പോൾ ഇതാ CBSE പഠിപ്പിക്കുന്നു. അയോധ്യയിൽ ഉണ്ടായിരുന്നത് ബാബറി മസ്ജിദ് അല്ലത്രേ, അത് 3 മിനാരങ്ങൾ ആയിരുന്നത്രേ. ഇപ്പോൾ ബാബറി മസ്ജിദ് എന്ന് തിരുത്തി 3 മിനാരങ്ങളുള്ള ഒരു കെട്ടിടം, ഒരു നിർമ്മിതി എന്നാക്കി കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളെയും ന്യായീകരിച്ചത് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ. പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സീറ്റ് കുറഞ്ഞു, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെങ്കിലും സംഘപരിവാർ അവരുടെ തീവ്ര വർഗീയ അജണ്ടകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒന്നാണിത്. ഇതെല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. കോളേജ് അധ്യാപകരാവാനുള്ള UGCയുടെ അടിസ്ഥാന യോഗ്യതയാണ് നെറ്റ്. ഇത്തവണത്തെ നെറ്റ് പരീക്ഷയിലെ ചില ചോദ്യങ്ങൾ ഇങ്ങനെ: ഒരു വശത്ത് കാവുവൽക്കരണം, മറുവശത്ത് പരീക്ഷാ ക്രമക്കേടുകൾ. നീറ്റ് പരീക്ഷയ്ക്ക് പിന്നാലെ UGCയുടെ നെറ്റ് പരീക്ഷയിലും നടന്നത് വ്യാപക ക്രമക്കേട്. പ്രതിഷേധവുമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. നീറ്റ് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിലയിൽ വരുന്നത്. ഈ അക്കാഡമിക് ബോഡി അല്ലാത്ത NTA ആണ് ഈ പരീക്ഷകൾ മുഴുവൻ നടക്കുന്നത്. വലിയ അഴിമതി ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളതും BJPക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ടോ എന്നുള്ളതും മാത്രമാണ് പുറത്തു വരേണ്ടത്. ആ പരീക്ഷ റദ്ദാക്കിയ അവസ്ഥയിൽ ആ പരീക്ഷ എഴുതിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും NTA അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. അതുകൊണ്ട് മന്ത്രി ഇതിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. വർഗീയതയും മതാധിപത്യവും വളർച്ച നേടുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് രാജ്യം ഇപ്പോൾ കാണുന്നത്. വർഗീയത മാത്രം പറയുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ ഭരണം കുത്തഴിഞ്ഞതാകും. ഇതിന്റെ ഇരകളാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ. ദില്ലിയിലെ തെരുവുകളിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് കുടിവെള്ളത്തിനായി ജനങ്ങൾ പരക്കം പായുന്നതും മോദി ഭരണത്തിന്റെ സൃഷ്ടിയാണ്.